എല്ലാവർക്കും ഡെയിലി സ്പൈസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. സാധാരണ ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാം, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ 2 പേരുടെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ അല്ലേ, നമുക്കുള്ള ഭക്ഷണവും കുഞ്ഞിനുള്ള ഭക്ഷണവും. പക്ഷേ ഭക്ഷണത്തിൻ്റെ അളവുകോൽ വെച്ചിട്ടല്ല അവരത് പറയുന്നത്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ന്യൂട്രിയൻസ് എത്തുന്ന രീതിയിലുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും, ഓൾറെഡി തമ്മിലിൽ നിന്ന് പിടികിട്ടിട്ടുണ്ടാവും. ഗർഭകാലത്ത് കഴിക്കേണ്ടുന്ന ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം, അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റമിനാണ്. വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ഒരു വൈറ്റമിനാണ് ഫോളിക് ആസിഡ്, അല്ലെങ്കിൽ ഫോളേറ്റ് എന്നും കൂടി പറയും ഇതിന്. അപ്പോൾ ഈ ഒരു ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഫോളിക് ആസിഡ് പ്രഗ്നൻസി ടൈമിലും ബിഫോർ പ്രഗ്നൻസിയും നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് കഴിക്കണം. ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് ഗൈനക്കോളജിസ്റ്റ് നമുക്ക് എപ്പോഴും തരുന്നതാണ്. കൂടാണ്ട് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും കൂടി നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പഴവർഗ്ഗങ്ങൾ, ഇതിലൊക്കെയാണ് ഫോളിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഫോളിക് ആസിഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഫോളിക് ആസിഡിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽഷ്യം. നമുക്ക് ഡോക്ടേഴ്സ് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് തരുന്നുണ്ട്. കാൽഷ്യം സപ്ലിമെൻറ്റ്സ് നമുക്ക് തരുന്നത് ബോണ്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. കാൽഷ്യം അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും നമ്മൾ ധാരാളമായിട്ട് കഴിക്കണം. പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും. ഇപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ കാൽഷ്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നടുവേദനയൊക്കെ ഉണ്ടാക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അയൺ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം. അയൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് കൂട്ടാനും നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് കൂട്ടാനും നമുക്ക് വിളർച്ച ഉണ്ടാകുന്നത് തടയാനും ഒക്കെയാണ് നമുക്ക് അയൺ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. അയൺ സപ്ലിമെൻറ്റ്സ് ഗൈനക്കോളജിസ്റ്റ് നമുക്ക് തരുന്നുണ്ട്. അതുകൂടാണ്ട് അയൺ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കൂടി കഴിക്കണം. അത് അയൺ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ബീട്രൂട്ട്, ചീര, അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളും കൂടി നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ നമുക്ക് സപ്ലിമെൻറ്റ്സ് ആയിട്ടൊന്നും തരുന്നില്ല, അത് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഫുഡുണ്ട്. ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഈ 4 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള ബേബി ഡെലിവറി ആവാൻ ഹെൽപ്ഫുൾ ആണ്. ഇനിയിപ്പോൾ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് കഴിക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.